നാളെ ഞങ്ങളൊരു വലിയ പരിപാടി രാജേന്ദ്ര മൈതാനത്ത് പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ ഒന്നിനായ മുഖ്യമന്ത്രിക്ക് പെട്ടെന്നൊരു അസൗകര്യം ഉണ്ടാകുകയും ഇന്നത്തേക്ക് അദ്ദേഹത്തിന്റെ പരിപാടി മാറ്റണമെന്ന് പറയുകയും ചെയ്തപ്പോൾ ഞങ്ങൾ ആ പൊതുസമ്മേളനം നിർത്തിവെച്ച് അവാർഡ് മീറ്റിംഗ് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അവാർഡ് ജേതാക്കൾ പ്രായമേറെ എത്തിയ അവർ വളരെ പ്രയാസപ്പെട്ട് കേരളത്തിന്റെ അങ്ങ് ദൂരെ നിന്ന് ഈ ചടങ്ങിൽ എത്താൻ ഞങ്ങളോട് ഏറെ താല്പര്യം കാണിച്ചു. ഞങ്ങൾ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഈ ചടങ്ങിലേക്ക് കേരള മാപ്പിള കലാ അക്കാദമിയുടെ പേരിൽ നിറഞ്ഞ സന്തോഷത്തോടു കൂടി കേരളത്തിന്റെ അനാരോഗ്യം ബാധിക്കാതെ അതിവേഗം ബഹുദൂരം എന്ന സിദ്ധാന്തവുമായി കേരളത്തെ മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയെ ആദ്യമായി ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുക. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് കേരള മാപ്പിള കലാ അക്കാദമിയുടെ ഖത്തർ ചാപ്റ്ററിന്റെ ചീഫ് പാട്രണും കേരളത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്ന് ഇന്ന് പ്രവാസ ലോകത്ത് സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹ്യ കലാരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഡോക്ടർ വണ്ടൂർ അബൂബക്കർ സാഹിബിനെ അതിനൊക്കെ വേണ്ടി ഈ മഹത്തായ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യുന്നതും അവാർഡ് ദാനം നടത്തുന്നതും ഒന്നിനായ നമ്മുടെ മുഖ്യമന്ത്രി അവർക്കാണ്. അതുപോലെ ഈ ചടങ്ങിന് ആശംസകൾ സംസാരിക്കുന്നത് ഞങ്ങൾ എളിയ ക്ഷണം സ്വീകരിച്ചു. ആർക്കും പ്രോഗ്രാം നോട്ടീസ് പോലും എത്തിച്ചിട്ടില്ല. ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഞങ്ങളുടെ മനസ്സിന്റെ ഞങ്ങളുടെ ലക്ഷ്യത്തിന്റെ ഒരു യാഥാർത്ഥ്യമായിരിക്കാം ഒരു പ്രോഗ്രാം നോട്ടീസ് പോലും ലഭിക്കാത്ത നമ്മുടെ മുഖ്യമന്ത്രി അടക്കമുള്ള പ്രിയപ്പെട്ട ആളുകൾ ഈ വേദിയിലെത്തിയത്. ശ്രീ കെ ബാബു MLA അദ്ദേഹത്തെ കേരള മാപ്പിള കലാ അക്കാദമിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുക. അതുപോലെ ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കുന്ന പ്രിയങ്കരനായ ഈ ചടങ്ങ് ഞങ്ങൾ തീരുമാനിച്ച നാൾ മുതൽ ഞങ്ങൾക്ക് ആവേശം പകർന്ന ശ്രീ MI ഷാനവാസ് അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുക. അതുപോലെ ഈ ചടങ്ങിന് ആശംസകൾ നേരുന്നത് ഒരു കാലഘട്ടം നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രശസ്തനായ ബിഷപ്പ് ഇന്ന് അലൈൻ കേരള മാപ്പിള കലാ അക്കാദമിയുടെ അലൈൻ ചാപ്റ്ററിന്റെ ചെയർമാൻ UAE സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നടന്നു നിൽക്കുന്ന ഡോക്ടർ K സുധാകരൻ അദ്ദേഹത്തെ സന്തോഷപൂർവ്വം ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ ചടങ്ങിൽ ആശംസകൾ നേരുന്നത് ഖത്തർ ചാപ്റ്ററിന്റെ ചെയർമാനും ഞങ്ങൾക്ക് ഊർജം പകരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട KK അബ്ദുറഹ്മാൻ അദ്ദേഹത്തെ സന്തോഷപൂർവ്വം ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ ചടങ്ങിന് ആശംസകൾ നേരുന്നത് ഷാർജ കേരള മാപ്പിള കലാ അക്കാദമിയുടെ ഷാർജ ചാപ്റ്ററിന്റെ ചെയർമാൻ പ്രിയങ്കരനായ സൂപ്പി തിരുവള്ളൂർ അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ അവാർഡുകൾ ഏറ്റുവാങ്ങാൻ 2 ഫെലോഷിപ്പുകളും 6 അവാർഡുകളുമാണ് ഞങ്ങൾ നൽകുന്നത്. ഞങ്ങളുടെ അവാർഡുകൾ ഫെലോഷിപ്പ് ഏറ്റുവാങ്ങാൻ വേണ്ടി ഇവിടെ എത്തിയ കേരളത്തിലെ മാപ്പിള കലാ തറവാട്ടിലെ കുലപതി എന്ന് വിശേഷിപ്പിക്കുന്ന പ്രിയങ്കരനായ VN കുട്ടി സാർ അദ്ദേഹത്തെ നിങ്ങൾക്ക് വേണ്ടി മാപ്പിള കലാ അക്കാദമിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അനാരോഗ്യം വകവെക്കാതെ വന്യവയോധികയായ പ്രശസ്ത കാതിക ആലപ്പുഴയിലെ ഐഷ ബീഗം ഞങ്ങളുടെ അവാർഡ് ഏറ്റുവാങ്ങാനായിട്ട് വന്നിരിക്കുകയാണ്. അവരെ സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഏറ്റവും വൈകി ഇന്ന് രാവിലെ മെസ്സേജ് കിട്ടി അങ്ങ് ദൂരെ കോഴിക്കോട് ഇവിടെ എത്തിയ ബാലകൃഷ്ണൻ വള്ളിക്കുന്ന് വന്യവയോധികനായ ബാലകൃഷ്ണൻ വള്ളിക്കുന്ന് സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ പത്രലോകത്ത് ഇന്നലകളെ ഇന്നിന്റെ തലമുറകൾ പകർന്നു കൊടുക്കുന്ന പ്രിയപ്പെട്ട കോഴിക്കോട്ടെ പ്രശസ്തനായ പത്രപ്രവർത്തകൻ KP കുഞ്ഞിമുസ സാഹിബ് സന്തോഷപൂർവ്വം ആദരപൂർവ്വം കുഞ്ഞിമുസ സാഹിബിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ മാപ്പിളപ്പാട്ടിന് മനോഹരമായ ഒരു മാനം ഉണ്ടാക്കിയ ഈ അടുത്ത് നടന്ന ഒരു സിനിമയിൽ അദ്ദേഹത്തെ ഏറ്റവും പുതിയ ഒരു ഗാനം വളരെ കുറച്ചെഴുതുകയും അതിൽ മനോഹാരിത തീർക്കുകയും ചെയ്യുന്ന കാനേഷ് പൂരിനെ നിങ്ങൾക്ക് വേണ്ടി മാപ്പിള കലാ അക്കാദമിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ സദസ്സിൽ പല ഉന്നത വ്യക്തിത്വങ്ങളുണ്ട്. പ്രശസ്തനായ രചയിതാവ് OM കരിവാരക്കുണ്ട്, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപാധ്യക്ഷൻ വടകര കൃഷ്ണദാസ് തുടങ്ങി പല പ്രമുഖന്മാരും ഈ സദസ്സിലും ഈ വേദിയിലും അതുപോലെ ഈ സ്വാഗത സംഘത്തിന്റെ ഭാരവാഹികളായ മുട്ടം അബ്ദുള്ള സാഹിബിനൊക്കെയുള്ള പല പ്രമുഖരും ഈ വേദിയിലും സദസ്സിലുമുണ്ട്. എല്ലാവരെയും നിങ്ങളെയൊക്കെ സന്തോഷത്തോടെ അഭിമാനത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് കേരള മാപ്പിള കലാ അക്കാദമി ജീവിക്കുന്നത് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് ഈ രാജ്യത്തെ മനുഷ്യർക്ക് വേണ്ടിയാണ്. മനുഷ്യന്റെ മനസ്സുകളെ സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ കണ്ണികളായി കോർത്തിണക്കുന്ന ഞങ്ങളുടെ പ്രവർത്തനത്തിൽ നിങ്ങളുടെ മനസ്സ് ചേർത്ത് വെക്കണം എന്ന് മാത്രം ഈ നല്ല നഗരത്തിന്റെ പ്രിയപ്പെട്ട മക്കളോട് ഈ മഹൽ വേദിയെ സാക്ഷി നിർത്തി വിനയത്തിന്റെ ഭാഷയിൽ അപേക്ഷിച്ചുകൊണ്ട് ഈ ചടങ്ങിനെ അധ്യക്ഷപദം അലങ്കരിക്കാൻ വേണ്ടി എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഡോക്ടർ വണ്ടൂർ അബൂബക്കർ സാഹിബിനെ അഭിമാനപൂർവ്വം ക്ഷണിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ്